മലയാള സർവകലാശാല വിസി നിയമനത്തിൽ സർക്കാരും ഗവർണറും വീണ്ടും ഇടയുന്നു. സെർച്ച് കമ്മിറ്റിയിലേക്ക് വീണ്ടും പ്രതിനിധി ആവശ്യപ്പെട്ടതാണ് ഗവർണറെ ചൊടിപ്പിച്ചത്. എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ കത്തയച്ചതെന്ന് ഗവർണർ ചോദിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് നൽകിയ കത്തിലാണ് വിമർശനം. നന്ദകുമാർ ചേരുന്നു. നന്ദൻ, എന്താണ് സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ ചൊല്ലിയാണ് വീണ്ടും ആവശ്യപ്പെട്ടതിലാണ് ഗവർണറുടെ അതൃപ്തി? എന്തൊക്കെ കാര്യങ്ങളാണ് അയച്ചിരിക്കുന്ന കത്തിൽ പറയുന്നത്? വിവരങ്ങൾ. ധന്യ, മലയാളം സർവകലാശാല വിസി നിയമനത്തിനായി ഗവർണറെ മറികടന്ന് സർക്കാർ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിലാണ് ഗവർണറെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സർക്കാർ രൂപീകരിക്കുന്ന സെർച്ച് കമ്മിറ്റിയിലേക്ക് ഗവർണറുടെ പ്രതിനിധിയെ വീണ്ടും ആവശ്യപ്പെട്ടതോടെയാണ് ഗവർണർ നിലപാട് ഇപ്പോൾ കടുപ്പിച്ചിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് നൽകിയ മറുപടി കത്തിൽ രോക്ഷത്തോടെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചിരിക്കുന്നത്. എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ കത്തയച്ചതെന്നാണ് ഗവർണർ മറുപടിയിൽ ചോദിക്കുന്നത്. കൂടാതെ ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയെ ഗവർണർ ചോദിച്ചപ്പോൾ പോലും സർക്കാർ മുഖം തിരിച്ച നിലപാടാണ് സ്വീകരിക്കുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ചാൻസലറായ ഗവർണറുടെ നിർദ്ദേശം തള്ളി സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനായിരുന്നു സർക്കാരിന്റെ നീക്കം. അതോടൊപ്പം തന്നെ ഗവർണർ ഒപ്പിടാത്ത ബില്ലിൽ നിർദ്ദേശിച്ച ഘടനയിലുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം. എന്നാൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് സർക്കാർ പ്രതിനിധിയെ തേടി രാജ്ഭവനിൽ നിന്ന് കത്ത് നൽകിയ കാര്യം വീണ്ടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ ഫയലിൽ രേഖപ്പെടുത്തിയിട്ട് പോലും മന്ത്രി നിർദ്ദേശിച്ച രീതിയിലുള്ള സെർച്ച് കമ്മിറ്റിക്ക് വ്യവസ്ഥയുള്ള ബില്ലിന് ഗവർണർ അംഗീകാരം നൽകിയിട്ടില്ല എന്നും ഉദ്യോഗസ്ഥർ ഫയലിൽ ചൂണ്ടിക്കാട്ടി. എന്നിട്ട് കൂടിയും സെർച്ച് കമ്മിറ്റി രൂപീകരിക്കേണ്ടത് യുജിസി റെഗുലേഷൻ വ്യവസ്ഥ ചെയ്തിട്ടുള്ള രീതിയിലാണെന്നും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഗവർണറുടെ ഗവർണറെ എതിർത്ത് മുന്നോട്ട് പോകാനാവില്ല എന്നും ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് 5 അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനായിരുന്നു മന്ത്രി നിർദ്ദേശം നൽകിയത്. ആ 5 അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഗവർണറുടെ പ്രതിനിധിയെ കൂടി ആവശ്യപ്പെട്ട് ആദ്യം കത്ത് അയച്ചിരുന്നു. അതിന് രാജ്ഭവൻ മറുപടി നൽകിയില്ല. രണ്ടാമത് കത്ത് നൽകി ആവശ്യപ്പെട്ടപ്പോഴാണ് ഗവർണർ ഇത്തരത്തിൽ രോക്ഷാകുലനായി മറുപടി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ആര് പറഞ്ഞിട്ടാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നാണ് ഗവർണർ ഇപ്പോൾ ചോദിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ വരും ദിവസങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി രാജ്ഭവന് വിശദീകരണം നൽകുക തന്നെ ചെയ്യും. നന്ദി നന്ദകുമാർ. കൊച്ചിയിൽ പഴകിയ ഇറച്ചി പിടികൂടി. 10 കിലോയോളം ബീഫാണ് ഇറച്ചി വിൽപ്പനശാലയിൽ പിടികൂടിയത്. സുവി വിശ്വനാഥൻ ചേർന്നു. സുവി, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ രീതിയിൽ ആരോഗ്യവിഭാഗത്തിന്റെ പരിശോധനയുണ്ടായിരുന്നു. എന്നിട്ടും വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്താണ് കൊച്ചിയിലെ സംഭവം? വിവരങ്ങൾ. ധന്യ, ഇന്ന് രാവിലെയാണ് കുണ്ടന്നൂർ നെട്ടൂരിന് സമീപമുള്ള ഇറച്ചി വിൽപ്പനശാലയിൽ നിന്ന് 10 കിലോയോളം വരുന്ന മാംസം പിടികൂടിയത്. ബീഫാണ് പിടികൂടിയത്. ഇന്ന് രാവിലെ ഇവിടെ മാംസം വിറ്റഴിച്ചിരുന്നു. തുടർന്ന് ഒരു പോലീസുകാരനും ഈ മാംസം വാങ്ങിയിരുന്നു. ഇദ്ദേഹം ഇത് വീട്ടിൽ കൊണ്ടുപോയി നോക്കിയപ്പോഴാണ് ഇത് പഴകിയ ഇറച്ചിയാണ് എന്ന് മനസ്സിലായത്. ഒപ്പം തന്നെ ഇതിന് ദുർഗന്ധം വമിച്ചിരുന്നു, അതിന്റെ നിറവ്യത്യാസവും ഉണ്ടായിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. തുടർന്ന് ഇദ്ദേഹം ഉടൻ തന്നെ കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗത്തെ അറിയിച്ചു. അവർ എത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ദുർഗന്ധം വമിക്കുന്ന നിറവ്യത്യാസം വന്നിട്ടുള്ള 10 കിലോയോളം ബീഫ് പിടികൂടിയത്. തുടർന്ന് ആരോഗ്യ വിഭാഗം വിശദമായി പരിശോധന നടത്തി. ഇപ്പോൾ ഈ കടയ്ക്ക് ലൈസൻസ് ഇല്ല എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഈ കട അടപ്പിച്ചിട്ടുണ്ട്. ഷെരീഫ് എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥതയിലാണ് ഈ കട പ്രവർത്തിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ലൈസൻസ് ഇല്ലാത്തതിനാൽ തന്നെയും ആർക്കെതിരെ നടപടിയെടുക്കും എന്നൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും മരട് നഗരസഭയോട് ചേർന്ന് ഏതാനും മീറ്ററുകൾ മാറി മാത്രമാണ് ഇത്തരത്തിൽ ഒരു കട പ്രവർത്തിച്ചിരുന്നത്. ഇത്രയധികം സംഭവങ്ങൾ ആവർത്തിച്ചിട്ടും എന്തുകൊണ്ട് ഇവിടെ പരിശോധന നടത്തിയില്ല? എങ്ങനെയാണ് ലൈസൻസ് ഇല്ലാത്ത ഒരു കട നഗരസഭയ്ക്ക് സമീപം പ്രവർത്തിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണത്തിൽ ഇരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെയും ചാറ്റ് സന്ദേശങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ലൈഫ് മിഷൻ കോഴ ഇടപാടിലെ ചുരുളുകൾ അഴിക്കാനാകുമെന്നാണ് ഇഡിയുടെ പ്രതീക്ഷ. റെഡ് ക്രിസന്റ് നൽകിയ 19 കോടി രൂപയിൽ 4.50 കോടിയാണ് കമ്മീഷൻ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്കും മറ്റുള്ളവർക്കുമായി കോഴ നൽകിയിരിക്കുന്നത്. M ശിവശങ്കറിന് പുറമെ അത് ആർക്കെല്ലാം വിതരണം ചെയ്യപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ രവീന്ദ്രന് അറിയാനാകുമെന്ന് അന്വേഷണ സംഘം കരുതുന്നത്. അതുകൊണ്ട് തന്നെ രവീന്ദ്രനെ 2-3 ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്യേണ്ടി വരുമെന്നും ഇഡി
ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു. നാളെ രാവിലെ 10 മണിയോടെ കൊച്ചിയിലെ ED ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ. M ശിവശങ്കറിനെ 9 ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്തെങ്കിലും വിലപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്നാണ് സൂചന. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട മറ്റൊരു ശക്തനായ ആളെ വിളിച്ചു വരുത്തുന്നത്. ക്ലിഫ് ഹൌസിൽ നടന്ന ചർച്ചയിൽ CM രവീന്ദ്രൻ പങ്കെടുത്തിരുന്നു എന്നും അദ്ദേഹത്തിന് എല്ലാം അറിയാമെന്നുമാണ് സ്വപ്ന സുരേഷിന്റെ മൊഴി. CM രവീന്ദ്രനും സ്വപ്നയും തമ്മിലുള്ള അടുപ്പം വെളിവാക്കുന്ന ചാറ്റുകളും ലൈംഗിക ചുവലയുള്ള ചാറ്റുകളും പുറത്തുവന്നിരുന്നു. ന്യൂസ് 18 കൊച്ചി. ലൈഫ് മിഷനിൽ അഴിമതിയില്ലെന്നും സർക്കാരിന് ലൈഫ് മിഷനിൽ നഷ്ടമില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. CPMന്റെ ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് ആളെ കൊണ്ടുവരുന്നതിൽ തെറ്റ് കാണുന്നില്ലെന്നും MB ഗോവിന്ദൻ പറഞ്ഞു. ഒരു സംഭവം നടന്നിട്ടില്ല. ലൈഫ് മിഷൻ ഇപ്പോഴും മുന്നോട്ടേക്ക് പോവുകയാണ്. ഇപ്രാവശ്യവും ലക്ഷക്കണക്കിന് ആൾക്ക് വീട് കൊടുക്കാൻ ആവശ്യമായ സംവിധാനമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെയുള്ളതല്ലേ ആ തർക്കം തീർന്നോട്ടെ. ഞങ്ങൾ ഗവൺമെന്റുമായിട്ട് യാതൊരു ബന്ധമില്ല. ഗവൺമെന്റിന്റെ ഒരു പൈസയും അതിന്റെ ഭാഗമായിട്ടില്ല. അതെല്ലാം പൂർണ്ണമായിട്ട് സ്പോൺസർ ചെയ്യപ്പെടുന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് അവരുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. ആ പ്രശ്നം പരിഹരിച്ചോട്ടെ. അതിൽ ആർക്കെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? ആർക്കാണോ ഉത്തരവാദിത്തം അവരെ ഏറ്റെടുത്തോട്ടെ. ഞങ്ങൾക്കതിൽ യാതൊരു പ്രശ്നമില്ല. ലൈഫ് മിഷൻ അഴിമതിക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. CM രവീന്ദ്രന്റെ പങ്ക് പുറത്തുവന്നതോടെ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഓഫീസാണ് അഴിമതിക്ക് പിന്നിലെന്ന് വ്യക്തമായെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ CM രവീന്ദ്രന്റെ പങ്കാളിത്തം പുറത്തു വന്നതോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഇത്തരത്തിലുള്ള എല്ലാ അഴിമതികളും നടത്തുന്നത് എന്ന് വ്യക്തമായും പുറത്തു വന്നിരിക്കുകയാണ്. ഈ പ്രളയ ദുരിതാശ്വാസ നിധി തട്ടിപ്പിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും റവന്യൂ മന്ത്രിയുടെ ഓഫീസിനുമൊക്കെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ പങ്കുണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ടതാണ്. ഇത് പാവപ്പെട്ട ആളുകൾ കുടുക്ക പൊട്ടിച്ചും ആടിനെ വിറ്റും അങ്ങനെ സ്കൂൾ കുട്ടികളുടെ സഞ്ചയികയിൽ നിന്ന് എടുത്തുമൊക്കെയാണ് കോടിക്കണക്കിന് രൂപയുടെ ഈ ദുരിതാശ്വാസ നിധി ഉണ്ടാക്കിയത്. പാവങ്ങളെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി തടിച്ചു കൊടുക്കുന്ന സമ്പന്നന്മാരായിട്ട് ഭരണകക്ഷി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഗൗരവതരമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. KTDFCയിൽ നിന്നെടുത്ത വായ്പാ ബാധ്യത തീർക്കാൻ തിരുവനന്തപുരം കോഴിക്കോട് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടുന്ന വ്യാപാര സമുച്ചയങ്ങൾ കൈമാറാൻ KSRTC. വാണിജ്യ സമുച്ചയങ്ങൾ സ്ഥിതി ചെയ്യുന്ന KSRTCയുടെ ഭൂമിയാണ് കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷന് വിട്ടുനൽകുന്നത്. തമ്പാനൂർ, കോഴിക്കോട്, അങ്കമാലി, തിരുവല്ല എന്നീ സ്ഥലങ്ങളിലെ വാണിജ്യ സമുച്ചയങ്ങൾ നിലനിൽക്കുന്ന ഭൂമിയാണ് KTDFCക്ക് കൈമാറുന്നത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ KSRTCക്ക് നൽകാനുള്ള 500 കോടി തിരിച്ചടയ്ക്കാൻ KTDFC ആവശ്യപ്പെട്ടെങ്കിലും പണമടച്ചില്ല. ഭൂമി ലഭിക്കുന്നതോടെ 100 കോടിയുടെ ആസ്തി KTDFCക്ക് കണക്കാക്കാനാകും. സാമ്പത്തിക ബാധ്യത കാരണം നിക്ഷേപം സ്വീകരിക്കാൻ KTDFCക്ക് റിസർവ് ബാങ്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു. ഇതിന് പരിഹാരമായാണ് ഭൂമി കൈമാറ്റം. നൽകാനുള്ള തുകയ്ക്ക് പകരമായി വിപണി വില നിശ്ചയിച്ച് കോംപ്ലക്സുകൾ മാത്രമായി കൈമാറാനാണ് ആലോചന. ഡിപ്പോ മൊത്തത്തിൽ കൈമാറില്ല. തമ്പാനൂരിൽ 4.5 ഏക്കർ ഡിപ്പോയിൽ KTDFCയുടെ കെട്ടിടവും അത് സ്ഥിതി ചെയ്യുന്ന 90 സെന്റുമായിരിക്കും കൈമാറുന്നത്. അതേസമയം പുതുക്കിയ കൺസോർഷ്യം വായ്പയിൽ KTDFCയുടെ വിഹിതത്തിൽ 150 കോടി രൂപയിൽ താഴെയാണ് KSRTCക്ക് ഇനി നൽകാനുള്ളത്. ഭൂമി കൈമാറ്റത്തിൽ ട്രാൻസ്പോർട്ട് തൊഴിലാളി സംഘടനകൾക്ക് കടുത്ത പ്രതിഷേധവുമുണ്ട്. KSRTCയെ രക്ഷിക്കാനാണ് KTDFC എന്ന സ്ഥാപനം തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ KTDFCയെ കൂടി രക്ഷിച്ചെടുക്കേണ്ട ഗതികേടിലാണ് സർക്കാർ. തിരുവനന്തപുരത്ത് നിന്നും നന്ദകുമാർ, ന്യൂസ് 18. നിർബന്ധിത VRS എന്നത് വ്യാജ വാർത്തയെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. അത് LDF സർക്കാരിന്റെ നയമല്ല. മാനേജ്മെന്റ് തലത്തിലോ സർക്കാർ തലത്തിലോ ഇക്കാര്യം ആലോചിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. VRSനെ സംബന്ധിച്ച് നിർബന്ധിത VRS KSRTCയിൽ ഏർപ്പെടുത്താൻ പോകുന്നു എന്നുള്ളൊരു വ്യാജ വാർത്ത കഴിഞ്ഞ ദിവസങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. നിർബന്ധിത VRS LDF ഗവൺമെന്റിന്റെ നയമല്ല. അങ്ങനെ നിർബന്ധിച്ച് ഒരാളെപ്പോലും VRS വാങ്ങാൻ ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല. അങ്ങനെ ഒരു തീരുമാനം ഒരു തലത്തിലും ആലോചിച്ചിട്ടുമില്ല, കൈക്കൊണ്ടിട്ടുമില്ല. പാർട്ടിക്കകത്ത് തെറ്റായ പ്രവണതകൾ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. കളകളുണ്ടെങ്കിൽ പറിച്ചു കളയുമെന്നും MB ഗോവിന്ദൻ പറഞ്ഞു. ഇത് PK ശശിയെക്കുറിച്ചാണോ എന്ന ചോദ്യത്തിന് അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട എന്നായിരുന്നു മറുപടി. EP ജയരാജന് എപ്പോൾ വേണമെങ്കിലും ജാഥയിൽ പങ്കെടുക്കാമെന്നും അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് MB ഗോവിന്ദൻ മറുപടി പറഞ്ഞു. പാർട്ടിക്കകത്ത് തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായി എന്തെല്ലാം തെറ്റായ പ്രവണതയുണ്ടോ ആ പ്രവണതയെ മുഴുവൻ ഈ പാർട്ടി ഫലപ്രദമായി പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകും. ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും ഓരോന്നിനും കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. തെറ്റായ ഒരു പ്രവണതയും പാർട്ടി വെച്ചു പൊറുപ്പിക്കില്ല എന്ന് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നല്ല
വിള എല്ലാവർക്കും ശരിയായ രീതിയിൽ ലഭിക്കണമെങ്കിൽ അതിൻ്റെ കള അവസാനിപ്പിക്കേണ്ടിയുണ്ട്, അത് അവസാനിപ്പിക്കുക ചെയ്യും. വിളവിന് രോഗം വന്നാൽ രോഗം ചികിത്സിച്ചു മാറ്റുകയും ചെയ്യും. EP ജയരാജന് ഏത് സമയത്തും ജാഥയിൽ പങ്കെടുക്കുന്ന യാതൊരു പ്രയാസമില്ല. ഇനിയിപ്പോൾ 18-ാം തീയതി വരെയുണ്ട് ജാഥ. CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ശശിക്കെതിരെയുള്ള അഴിമതി ആരോപണം അന്വേഷിച്ച ഏകാംഗ കമ്മീഷന് മുന്നിൽ പരാതിക്കാർ സമർപ്പിച്ച രേഖകൾ പുറത്ത്. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി സമർപ്പിച്ച തെളിവുകളുടെ വിശദാംശങ്ങളാണ് പുറത്തുവന്നത്. PK ശശി പാർട്ടിയുടെ മറവിൽ 7 പ്രധാന ക്രമക്കേടുകൾ നടത്തിയെന്നാണ് പരാതിക്കാർ ഏകാംഗ കമ്മീഷനായ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശിനോട് പറഞ്ഞത്. ആരോപണങ്ങൾ സംബന്ധിച്ച തെളിവുകളും ഇവർ ഹാജരാക്കി. മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിന് CPM ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിന്ന് 5,60,00,000 രൂപ ഓഹരി വാങ്ങിയതിന്റെ രേഖകൾ, മണ്ണാർക്കാട് സർക്കിൾ സഹകരണ വകുപ്പിലെ വിവിധ സൊസൈറ്റികളിൽ പാർട്ടി അറിയാതെ നടത്തിയ 35 നിയമനങ്ങളുടെ രേഖകൾ, യൂണിവേഴ്സൽ കോളേജിൽ ചെയർമാനാകാൻ മണ്ണാർക്കാട് താലൂക്കിലുള്ള സഹോദരിയുടെ അഡ്രസ്സിൽ അഡ്രസ് പ്രൂഫ് ഉണ്ടാക്കിയതിന്റെ രേഖകൾ, ഡ്രൈവർ PK ജയന്റെ പേരിൽ അലനല്ലൂർ വില്ലേജ് പരിസരത്ത് 1 കോടിക്ക് മുകളിൽ വാങ്ങിയ സ്ഥലത്തിന്റെ ആധാരം, പോക്കുവരവ് സർട്ടിഫിക്കറ്റുകൾ, മണ്ണാർക്കാട് നഗരസഭയിൽ പാവടിക്കുളത്തിന് സമീപത്തുള്ള പാർട്ടിയുടെ സ്ഥലക്കച്ചവടത്തിന്റെ രേഖകൾ, യൂണിവേഴ്സൽ കോളേജിന് സമീപം മകന്റെ പേരിൽ വാങ്ങിയ 1 ഏക്കർ സ്ഥലത്തിന്റെ രേഖകൾ, പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസായ നായനാർ സ്മാരകത്തിന്റെ നിർമ്മാണത്തിൽ PK ശശിയുടെ റൂറൽ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് മാറ്റിയ 10 ലക്ഷത്തിന്റെയും ജില്ലാ സമ്മേളനം നടത്തിയ വകയിൽ ശശിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയ 10 ലക്ഷം രൂപയുടെ തെളിവുകൾ എന്നിവയാണ് കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയത്. പാർട്ടിയുടെ ഒരു തരത്തിലുമുള്ള അനുമതിയും PK ശശിയുടെ ഇടപാടുകൾക്കുണ്ടായിരുന്നില്ല. തെളിവുകൾ പരിശോധിച്ച ശേഷം CPM സംസ്ഥാന നേതൃത്വം നടപടി സ്വീകരിക്കും. PK ശശിയുടെ ഇടപാടുകളിൽ ക്രമക്കേട് ബോധ്യപ്പെട്ടാൽ നടപടിയുണ്ടാകും. ന്യൂസ് 18 പാലക്കാട്. നിയമസഭയിലെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ്. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി. ചോദ്യോത്തരവേള വരെയുള്ള നടപടിക്രമങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്താൻ ദൃശ്യമാധ്യമ പ്രവർത്തകരെ ഗാലറിയിൽ പ്രവേശിപ്പിക്കുന്നതായിരുന്നു കാലങ്ങളായി നിയമസഭയിലെ കീഴ്വഴക്കം. എന്നാൽ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇത് റദ്ദാക്കിയിരുന്നു. ലോകത്താകെ കോവിഡ് ഭീഷണി ഒഴിയുകയും നിയമസഭയിലെ കോവിഡ് പ്രോട്ടോകോൾ പിൻവലിക്കുകയും ചെയ്ത് കാലങ്ങൾ കഴിഞ്ഞിട്ടും മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് പിൻവലിച്ചിട്ടില്ല. മാധ്യമ വിലക്ക് അടിയന്തരമായി പിൻവലിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അനർഹർ തട്ടിയെടുത്ത കേസിൽ അപേക്ഷകർക്ക് ചട്ടങ്ങൾ മറികടന്ന് സർട്ടിഫിക്കറ്റ് നൽകിയ ചില ഡോക്ടർമാരുടെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും സാമ്പത്തിക സ്ഥിതി വിജിലൻസ് പരിശോധിക്കുന്നു. സർട്ടിഫിക്കറ്റുകളുടെ പേരിൽ ഏജന്റുമാരിൽ നിന്ന് ഇവർ സ്ഥിരമായി കൈക്കൂലി വാങ്ങിയിരുന്നതായാണ് വിജിലൻസിന്റെ പ്രാഥമിക നിഗമനം. അപേക്ഷ നൽകാൻ അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയിരുന്ന ആളുകളെ ഡോക്ടർമാർക്കും ഉദ്യോഗസ്ഥർക്കും മുന്നിലെത്തിക്കാൻ കണ്ണികൾ പ്രവർത്തിച്ചിരുന്നതായും വിജിലൻസ് സംശയിക്കുന്നു. കൊല്ലം പുനലൂരിൽ 1500 മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകിയ ഡോക്ടറുടെയും ഒരേ ദിവസം 10 സർട്ടിഫിക്കറ്റിലധികം നൽകിയ ഡോക്ടർമാരുടെയും സർട്ടിഫിക്കറ്റുകൾ നൽകിയ വിദഗ്ധരല്ലാത്ത ഡോക്ടർമാരുടെയും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കും. പ്രാഥമിക റിപ്പോർട്ട് എത്രയും വേഗം സർക്കാരിന് കൈമാറാനാണ് വിജിലൻസ് തയ്യാറെടുക്കുന്നത്. അന്തിമ റിപ്പോർട്ട് 1 മാസത്തിനകം കൈമാറും. അന്തിമ റിപ്പോർട്ടിൽ ഓരോ കേസിലെയും വീഴ്ച കൃത്യമായി പ്രതിപാദിക്കും. വിജിലൻസ് വകുപ്പിന് കൈമാറുന്ന റിപ്പോർട്ട് ആരോഗ്യ റവന്യൂ വകുപ്പുകൾക്ക് തുടർ നടപടികൾക്കായി കൈമാറും. മതിയായ ചികിത്സാരേഖയില്ലാതെയാണ് ചില ഡോക്ടർമാർ സർട്ടിഫിക്കറ്റുകൾ നൽകിയിരിക്കുന്നതെന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായി. പല കേസിലും അപേക്ഷകർ നേരിട്ട് ഹാജരായിട്ടില്ല. പകരം ഏജന്റുമാരാണെത്തിയത്. വിദഗ്ധ ഡോക്ടർമാരല്ല പലർക്കും സർട്ടിഫിക്കറ്റ് നൽകിയത്. ഹൃദ്രോഗമുണ്ടെന്നും കിഡ്നി തകരാറിലായെന്നും സർട്ടിഫിക്കറ്റുകൾ നൽകിയത് വിഷയവിദഗ്ധരല്ലാത്ത ഡോക്ടർമാരാണ്. ഏജന്റുമാർ കൊണ്ടുവരുന്ന അപേക്ഷകൾക്ക് കൂട്ടത്തോടെ സർട്ടിഫിക്കറ്റുകൾ നൽകിയതായും കണ്ടെത്തി. സർട്ടിഫിക്കറ്റ് നൽകുന്ന ഡോക്ടർമാർ അക്കാര്യം അറിയിച്ച് ക്യാൻവാസിംഗും നടത്തി. സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ചില ജില്ലകളിൽ അപേക്ഷകരിൽ നിന്നും ഏജന്റുമാരിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി തുടങ്ങി. ന്യൂസ് 18 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് അഞ്ചുതെങ്ങ് പഞ്ചായത്തിലെ വിവാദമായ അപേക്ഷകളിൽ ആരോപണ വിധേയൻ ബ്രീസ് ലാൽ ന്യൂസ് 18നോട് പഞ്ചായത്ത് പ്രസിഡന്റിന് തന്നോട് വ്യക്തിവൈരാഗ്യമുണ്ടെന്നും തന്റെ അക്കൗണ്ടിലേക്ക് ഒരു തുകയും വന്നിട്ടില്ലെന്നും ബ്രീസ് ലാൽ പറഞ്ഞു. താൻ അപേക്ഷ നൽകിയിട്ടില്ല, എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ പരിശോധിച്ചില്ലെന്നും ബ്രീസ് ലാൽ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ വലിയ വിവാദങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നത്. അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പരാതിയിൽ അന്വേഷണം ഉണ്ടാവുകയും ഈ സംസ്ഥാന വ്യാപകമായി
തട്ടിപ്പ് കണ്ടെത്തിയെന്നുമായിരുന്നു ബ്രീസ് ലാൽ. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു. ഈ അഞ്ചുതംഗ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പരാതിയിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് താങ്കളുടെ പേരാണ്. ഏതെങ്കിലും തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ? തട്ടിപ്പ് നടത്താൻ ഞാൻ ആപ്ലിക്കേഷൻ പോലും കൊടുത്തിട്ടില്ല, ഞാൻ വാങ്ങിച്ചിട്ടില്ല, ഞാൻ അപേക്ഷ കൊടുത്തിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ കൂടെയുള്ള വൈരാഗ്യം അദ്ദേഹം ഇവിടെ നടത്തിയ നിയമനങ്ങൾ പഞ്ചായത്ത് ഓംബുഡ്സ്മാനെന്ന് ഞാൻ സ്റ്റേ ചെയ്യിച്ചതാണ്. കേരളം മൊത്തമുള്ള എല്ലായിടത്ത് പഞ്ചായത്ത് ഓംബുഡ്സ്മാനിൽ നടത്തിയ നിയമനങ്ങൾ തടഞ്ഞു വെച്ചു. ആ വൈരാഗ്യത്തിൽ അന്ന് മുതലാണ് അദ്ദേഹം എൻ്റെ കൂടെ ഇത് ചെയ്യുന്നത്. പിന്നെ എൻ്റെ പേരിൽ ഒരു അക്കൗണ്ടിൽ ഒരു പൈസയും വന്നില്ല, ഞാൻ ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല. പിന്നെ ഇദ്ദേഹം പറയുന്നത് ഇത് ഫോൺ നമ്പറാണെന്ന്. അത് അക്ഷയ സെൻറ്ററിൽ അവർ രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോൾ 1-2 ആൾക്കാർ അവരുടെ ഫോൺ നമ്പർ വെച്ച് എൻ്റെ ഫോൺ നമ്പർ ആയിരിക്കും ചിലപ്പോൾ വെച്ചിട്ടുള്ളത്. അല്ല, അതിൽ കവിഞ്ഞ് വേറെ ഒന്നും ഒരു സ്ഥലത്ത് പോലും ഞാനിത് ആപ്ലിക്കേഷൻ കൊടുത്തില്ല, ഒന്നും വാങ്ങിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ ഇതിനെല്ലാം ഉപരി അവർ പറയുന്നതിൻ്റെ ബദൽ എങ്ങനെയാണ് അത് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് തിരക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിലേ ചെയ്യേണ്ടതിനകത്ത്, അതെല്ലാം ചെയ്തില്ലേ ചെയ്യേണ്ട. പിന്നെ ഇന്ന അതിനകത്ത് പറയുന്നത് അപ്പോൾ ഇവന് ലൈജു എന്ന് പറയുന്ന വ്യക്തിക്ക് എൻ്റെ കൂടെയുള്ള വ്യക്തിവൈരാഗ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം. ഇദ്ദേഹം പണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു 50,000 രൂപ മലവള കോളനിയിൽ നിന്ന് അദ്ദേഹം ആൾമാട്ടം നടത്തിയാണ്. അത് വിജിലൻസ് കേസ് കൊടുത്ത് അദ്ദേഹം 75,000 രൂപ തിരിച്ചടക്കുകയും ചെയ്തു. അതിൻ്റെ 18% ഇൻട്രസ്റ്റ് ഇപ്പോഴും തിരിച്ചടയ്ക്കാനുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. ഇതിൽ പറയുന്നത് ഈ അപേക്ഷകൾക്കെല്ലാം ഒരേ കൈപ്പട, അല്ലെങ്കിൽ അപേക്ഷകളിൽ വരുന്ന ഫോൺ നമ്പറുകളെല്ലാം ഒരേ ഫോൺ നമ്പർ. എന്തുകൊണ്ടാണ് താങ്കളുടെ ഫോൺ നമ്പറുകൾ അപേക്ഷകളിൽ വന്നത്? ഞാനിവിടെ ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തനമായിരുന്നു നേരത്തെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പലരും എൻ്റെ നമ്പർ ഇരിക്കും. അക്ഷയ സെൻറ്ററിൽ ചെന്നപ്പോഴത്തേക്ക് അവർ ഫോൺ ഇല്ലാത്തവർക്ക് ചിലപ്പോൾ എൻ്റെ നമ്പർ രജിസ്റ്റർ ചെയ്തു. ഞാൻ പലർക്കും തിരക്കി, അക്ഷയ സെൻറ്ററിൽ തിരക്കി. അപ്പോൾ അവർ പറയുന്ന അവിടെ ഈ കൊണ്ടുവരുന്നിട്ട് ചിലപ്പോൾ ഫോൺ നമ്പർ കാണില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫോൺ നമ്പർ വെച്ച് എന്നാണ് അറിയപ്പെടുന്നത്. താങ്കൾ ആരിൽ നിന്നെങ്കിലും ഈ കമ്മീഷൻ തുകയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ? ഞാൻ വാങ്ങിച്ചു കൊടുത്താലേ എനിക്ക് വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ കമ്മീഷൻ തുക വാങ്ങിക്കുമോ അങ്ങനെ ഏതെങ്കിലും ഒരാൾ തെളിയിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് കുറ്റമാണെന്ന് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഇത് മനഃപൂർവ്വം ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരാതിയിൽ മാത്രം ചെയ്തിരിക്കുന്നൊരു. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഉന്നയിക്കുന്ന ഒരു ആരോപണം, ഒരു പഞ്ചായത്ത് അംഗത്തിനും മകൾക്കും അടുത്തടുത്ത മാസങ്ങളിൽ ഏതാണ്ട് 1 ലക്ഷം രൂപയും 50,000 രൂപയും ഇത് താങ്കൾ വാങ്ങിക്കൊടുക്കുകയും പിന്നീട് അവരുടെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇന്ന് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അതിനകത്ത് ഞാൻ ആർക്കും ഇങ്ങനെ കൊടുത്തത് ഞാൻ കൊടുക്കാൻ എന്തിനാ? പഞ്ചായത്ത് മുമ്പ് ഞാൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നെക്കാൾ എത്രയോ വലിയ ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്നുണ്ട്, അവർക്ക് അറിഞ്ഞൂടെ എന്നെ കാര്യങ്ങൾ പറയാം. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്താണെന്നുള്ളത്. അതിൽ അവർ ഉന്നയിക്കുന്ന ആരോപണം ഉമ്മൻചാണ്ടിയുടെ സമയം മുതൽ ഈ തട്ടിപ്പ് നടക്കുന്നു, ഇപ്പോഴാണ് ഈ അന്വേഷണം വന്നതും കണ്ടെത്തിയതും. അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് താങ്കൾ ആർക്കെങ്കിലും ഇങ്ങനെ സഹായം വാങ്ങി കൊടുത്തിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ സമയത്ത് പലർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എന്താ 10,000 രൂപ വരെ മുഖ്യമന്ത്രി എഴുതുമായിരുന്നു. പിന്നെ ഉള്ളത് കളക്ടർ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അതെല്ലാം ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരാതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇത് ചെയ്തു. പ്രത്യേകിച്ച് എൻ്റെ ഈ വാർഡെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ വാർഡാണ്. ഈ വാർഡ് അതേ നിർത്തിയ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. ആ പരാതിയിലാണ് ഇദ്ദേഹം ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. താങ്കൾ ഈ അക്ഷയ കേന്ദ്രങ്ങളിൽ പോവുകയോ ആർക്കെങ്കിലും വേണ്ടി അങ്ങനെ അപേക്ഷകൾ തയ്യാറാക്കി നൽകുകയോ ചെയ്തിരുന്നു? ഇത് അപേക്ഷ അക്ഷയ സെന്ററിൽ പോയി കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഓൺലൈനിലാണല്ലോ ചെയ്യുന്നത്. ഏതെങ്കിലും അക്ഷയ സെന്ററിലോ അല്ല ഓൺലൈനായിട്ടോ താങ്കൾ ചെയ്തിരുന്നു? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അക്ഷയ സെന്ററിലും പോയിട്ടില്ല, ഓൺലൈനിൽ ഞാൻ ചെയ്തിട്ടുമില്ല. താങ്കളുടെ ഭാര്യ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്നു, ഈ ഭാര്യയുടെ ഇടപെടലും ഇതിലുണ്ട് എന്നുള്ള ആരോപണം വന്നു. മനഃപൂർവ്വം എന്നെ കരിയാക്കാൻ വേണ്ടി മാത്രം മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അതെന്ന് വെച്ചാൽ അവർ ജോലി ചെയ്യുന്നത് ഫിനാൻസിലല്ല. പിന്നെ ഇത് ഇവരെങ്ങനെ ഇടപെടുന്നതിനകത്ത്? ഇത് ഇവിടെ നിന്ന് വില്ലേജ് ഓഫീസർ പോയിട്ട് കളക്ടർ അവരെല്ലാം നോക്കിയാലേ ചെയ്യുന്നതിനകത്ത്. അല്ലാതെ അതിനായിട്ട് മനഃപൂർവ്വം നമ്മളെ കരിയാക്കാൻ വേണ്ടി മനഃപൂർവ്വം മാത്രമാണ് ലൈജു എന്ന് പറയുന്ന വ്യക്തി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല, വർഷങ്ങളായിട്ട് ഈ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ നിയമനങ്ങളുടെ കാര്യങ്ങൾ തടഞ്ഞിട്ടപ്പോഴത്തേക്കും ഓംബുഡ്സ്മാൻ സ്റ്റേ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ തട്ടിപ്പിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതായത് അനർഹരായ ആളുകൾ തുക തട്ടിയെടുത്ത്, രോഗമില്ലാത്ത ആളുകൾ, എന്താണ് അതിൽ കാര്യത്തിൽ പറയാനുള്ളത്? ഈ അനർഹരെന്ന് പറയുന്നാൽ ഇത് നോക്കേണ്ട ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരല്ലേ നോക്കുന്നത്. ഇവർക്ക് പൈസ കിട്ടിയെന്നോ അവർ തന്നെ പറയുന്നത്. അപ്പോൾ ഇത് അത്രയും പരിശോധന നടത്തി അത് കൊടുക്കേണ്ട ഗവൺമെൻറ് ഉദ്യോഗസ്ഥരല്ലേ. വില്ലേജ് ഓഫീസ് മുതൽ താഴോട്ടുള്ള അത്രയും പരിശോധന നടത്തിയാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് അനർഹരാണോ അല്ലേ? ഇത് ഫണ്ട് വർഷങ്ങളായിട്ട് ഇദ്ദേഹം പറയുന്ന ഒരു സെൻറ്റൻസാണ്. അനർഹരാണോ അല്ലേ എന്നല്ല എന്താണ് പറയുന്നത് കുറിച്ച് എനിക്കറിയില്ല അതിനകത്ത്. അല്ല, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയ ഒരു പരാതി, സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തുന്നു, വീട് കേടില്ലാത്ത ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുത്തു, ഒരു കുടുംബത്തിൽ തന്നെ 6 പേർക്ക് ഇവിടെ തന്നെ ഈ അഞ്ചുതംഗ പഞ്ചായത്തിൽ തന്നെ ഒരു കുടുംബത്തിലെ ആളുകൾക്ക് ഇങ്ങനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇത് ഡോക്ടർമാരുടെയൊക്കെ ഒരു ഒത്തുകളി ഉണ്ടെന്ന് താങ്കൾ കരുതുന്നു? എനിക്കറിയില്ല അതിനകത്ത്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. അതിനകത്ത് ഡോക്ടർ ഒത്തുകളി ഉണ്ട് എന്താണെന്നുള്ളത്. എന്തായാലും ഇതിപ്പോൾ വെരിഫൈ ചെയ്തല്ലേ കൊടുക്കുക. ഈ 3, 5, 6 എല്ലാം കൊടുത്തെന്ന് പറഞ്ഞു. എന്നാൽ ആ വില്ലേജ് ഓഫീസറും മറ്റുള്ളവരെല്ലാം വെരിഫൈ ചെയ്തല്ലേ ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. റേഷൻ കാർഡ് ഇതിന് ആരോ പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഇത് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ഇതിനകത്ത്. ഇന്ത്യ ക്യൂബ ട്രേഡ് കമ്മീഷണറായി നിയമിതനായ അഡ്വക്കേറ്റ് KG അനിൽകുമാറിന് ഇരിങ്ങാലക്കുട പൌരാവലിയുടെ ആദരം. കൂടൽമാണിക്യ ക്ഷേത്ര പരിസരത്തു നിന്ന് ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് ശേഷമായിരുന്നു ആദരിക്കൽ ചടങ്ങ്. ICL ഫിൻകോപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് KG അനിൽകുമാർ. നഗരസഭാ മൈതാനിയിലെ വേദിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു, റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, രൂപത മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ, TN പ്രതാപൻ MP, MLA-മാരായ P ബാലചന്ദ്രൻ, KK രാമചന്ദ്രൻ, സനീഷ് കുമാർ ജോസഫ്, അഡ്വക്കേറ്റ് VR സുനിൽകുമാർ, ET ടെസൻ മാസ്റ്റർ, മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, മുൻ MLA പ്രൊഫസർ KU അരുണൻ, MP ജാക്സൺ തുടങ്ങിയവർ പങ്കെടുത്തു.
എന്ന ഒരു ആശംസയും കൂടി ഈ ഉപഹാരത്തിലൂടെ നമ്മൾ അറിയിക്കുന്നു.